Now we are starting our third module, chapter 5, Laplace transformation. Okay. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ്, അത് കഴിഞ്ഞ് കുറച്ച് റിസൾട്ട്സ്, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ് പറയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ, പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷനാണ് നമ്മളിവിടെ പറയുന്നത്. Definition: let f of t be the function of t defined for all non-negative values of t. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് ടി, ടിയിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഫോർ ആൾ നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടി എന്ന് പറയുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? ഫോർ ആൾ നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടി. നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് പോസിറ്റീവ് സീറോയും പോസിറ്റീവ് വാല്യൂസിനാണ് നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറയാൻ പാടുള്ളൂ. ടി എന്ന് പറയുന്നത് സീറോയും പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെയാണ് നമുക്ക് എന്ത് വരാൻ പറ്റുള്ളൂ, ടിക്ക് വാല്യൂസ് വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിംപ്ലി വായിക്കുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് തന്നെ പറയാം. നമ്മൾ എൽ അല്ല, ഒന്ന് സ്ക്രിപ്റ്റ് എൽ, ഈ ഒരു ഫോമിലാണ് നമ്മുടെ വരുന്നത്. ഇപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. മോർ സിംപ്ലി കുറച്ചുകൂടി നമ്മൾ സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ എൽ ഓഫ് എഫ് എന്ന് പറയുന്നതാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടീനെയാണ് നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നോ അല്ലെങ്കിൽ എൽ ഓഫ് എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി അതെന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. കൂട്ടത്തിൽ എന്തുകൂടിയും പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് ദ ഇൻ്റഗ്രൽ ഈസ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് പ്രൊവൈഡഡ് ദാറ്റ് ദ ഇൻ്റഗ്രൽ ഈസ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് വരണം. ഇൻഫിനിറ്റ് വാല്യൂ ഒന്നും വരാൻ പാടില്ല, അതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ. ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു എസ് കാണാനുണ്ടല്ലോ അല്ലേ, ഈ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എസ് കാണാനുണ്ട്. എസ് എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആണ്, വിച്ച് മേ ബി റിയൽ ഓർ കോംപ്ലക്സ് നമ്പർ. ഈ എസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? റിയൽ നമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ആവാം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഹിയർ എസ് ഈസ് ദ പാരാമീറ്റർ വിച്ച് മേ ബി റിയൽ ഓർ കോംപ്ലക്സ് നമ്പർ. അത് റിയൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് കോംപ്ലക്സ് നമ്പർ ആവാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് എൽ ഓഫ് എഫ്, അതായത് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷനിൽ നിന്ന് ക്ലിയർ ആണ്. നമ്മൾ ഈ ഒരു ഇത് എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഓഫ് എസ് ആയിരിക്കും അല്ലേ. അതായത് നമുക്കിത് സോൾവ് ചെയ്ത്, അതായത് ഇവിടെ നോക്കിയൊക്കെ e പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുകയാണ്, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടിക്ക് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കൊടുത്ത് ബാക്കി വരുമ്പോൾ നമുക്ക് ആ കിട്ടുന്നത് ഒരു ഫങ്ഷൻ ഓഫ് എസ് എന്നുള്ള ഫോമിലായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൽ ഓഫ് എഫിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം എന്നാണ് പറയണത്? ഇസ് എ ഫങ്ഷൻ ഓഫ് എസ് എന്ന് പറയുന്ന ഫോമിൽ ഡിനോട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ഒരു ഫങ്ഷൻ ഓഫ് എസ്സിൽ ഡിനോട്ട് ചെയ്യാം എന്നുള്ളതിനെയാണ് നമ്മൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാണ്? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ തുടങ്ങിയതൊരു എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് ഏതൊക്കെയാണ്? നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടിക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ടി എന്നിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ.
ഓക്കെ. ആൻഡ് ദ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആ എസ് എന്ന് പറയുന്നത് നമ്മളോട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, റിയൽ ഓർ കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, റിയൽ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് എന്തായിരിക്കാം, കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഓഫ് എസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ദ ട്രാൻസ്ഫോർമേഷൻ, അതായത് എഫ് ഓഫ് എസ് ഫ്രം എ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഫോർ എ ഗിവൺ ഫംഗ്ഷൻ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e power minus st f of t dt is called the Laplace transformation where t be a non-negative number. ഓക്കെ. ടി എന്ന് പറയുന്നത് ഏതേ വരാൻ പാടുള്ളൂ, നമുക്ക് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ, സോറി അവിടെ വെറും നമ്പർ അല്ല, നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് തന്നെ നമ്മൾ പറയണം. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇൻവേഴ്സ് ഓഫ് എ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ തുടങ്ങിയ ആ ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോർ ടി എന്ന് പറയുന്നത് ബി എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എഫ് ഓഫ് ടീനെയാണ് നമ്മൾ പറയുന്നത് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓർ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഏതായിരിക്കും, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തേ പഠിച്ചുള്ളൂ, നമുക്ക് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പഠിച്ചു. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടിയും ക്യാപിറ്റൽ എഫ് ഓഫ് എസും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എസിനെ എന്ന് പറയുന്നത് കിട്ടുന്നതിനെയാണ്, അതായത് ഒറിജിനൽ ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ആ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എലമെൻ്ററി ഫംഗ്ഷൻ, ട്രാൻസ്ഫോംസ് ഓഫ് എലമെൻ്ററി ഫങ്ഷൻസ് എന്ന് പറയും. അത് നമ്മൾ ഓരോ എലമെൻ്ററി ഫങ്ഷൻസിൻ്റെയും ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അതായത് സ്ക്രിപ്റ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ എഫ് ഓഫ് ടിക്ക് നമ്മൾ ഓരോ ഫങ്ഷൻസ് എടുക്കുകയാണ്. അപ്പോൾ ഓരോ ഫങ്ഷൻസ് എടുത്തിട്ട് വരുമ്പോൾ ഉള്ള എന്താ പറയുക എൽ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നോക്കാം, നമ്മുടെ റിസൾട്ട് ഓരോ റിസൾട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. റിസൾട്ട് 1 എന്ന് പറയുന്നത്, റിസൾട്ട് 1 പറയുന്നത് ഇവിടെ എൽ ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ നൊട്ടേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പറയുന്നത്, എൽ ഓഫ് എഫ് ഓഫ് ടി എന്നായിരുന്നു നമ്മൾ എടുത്തായിരുന്നു നമ്മുടെ നൊട്ടേഷൻ അല്ലേ. ഇപ്പോൾ ഇവിടെ എൽ ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് ഓഫ് ടി ഇവിടുത്തെ എന്തായിരിക്കും, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഉള്ളത്. അങ്ങനെ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർ ആൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഇപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടി എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരുന്നത്, ഇപ്പോൾ അതായത് 0 നെഗറ്റീവ് നമ്പേഴ്സ് വരരുത്, 0 പോസിറ്റീവ് നമ്പേഴ്സും. അപ്പോൾ ടിക്ക് എവിടുന്ന് മുതലേ വാല്യൂസ് വരാൻ പാടുള്ളൂ, 0 മുതൽ മുകളിലോട്ടുള്ള വാല്യൂസ്, അതിനാണ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമുക്ക് എൽ ഓഫ് 0, നമ്മൾ എൽ ഓഫ് 0 ആയിരുന്നു നമുക്ക് കാണേണ്ടത്. അപ്പോൾ അവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എൽ ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എൽ ഓഫ് എഫിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണെന്ന് അറിയാം, ഇൻ്റഗ്രൽ 0 to infinity e power minus st ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ എഫിന് പകരം ഇവിടെ എന്തായിരുന്നു, 0 ആയിരുന്നു. സോ എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് മാറും, ഇൻ്റഗ്രൽ 0 to infinity e power minus st ഇൻറ്റു 0 ഇൻറ്റു ഡി ടി എന്ന് വരും. അതായിട്ട് എന്ത് വരും, സോ ദ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് എൽ ഓഫ് സീറോസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ഇതായിരുന്നു അല്ലേ നമ്മളോട് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇതായിരുന്നു നമ്മുടെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റിസൾട്ട് എന്തായിരുന്നു? എൽ ഓഫ് സീറോസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1/s എന്ന് പറയുന്നത് അല്ലേ. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/s. ഇപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഇതിൽ നിന്ന് എഫ് ഓഫ് ടി നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണം. എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1/s ആണെന്നും എസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണേ. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് എസ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഇനി നമ്മളിവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും? 1 ഫോർ ആൾ ടി ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് മറന്നു പോകരുത്. നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്, ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡെഫിനേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡെഫിനേഷൻ നമ്മൾ അതായത് എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് അറിയുന്ന റിസൾട്ടാണ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് 1 ആണ്. സോ ആ ഡെഫിനേഷനിൽ എഫ് ഓഫ് ടിക്ക് പകരം 1 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു 1 ഡി ടി എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ അതിനെ ഇൻ്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി എന്ന് വരും. ഇനി നമ്മൾ വിത്ത് റെസ്പെക്റ്റ് എന്തിലാണ്? ഡി ടിയിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇ പവർ മൈനസ് എസ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് വരിക? ഇ പവർ മൈനസ് എസ് ടി തന്നെ വരും. ദെൻ ഈ മൈനസ് എസ് ടീനെ അതായത് മൈനസ് എസ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ചെയ്യുക. യൂസ് ഈക്വൽ ടു എന്താ പറയുക മൈനസ് എസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഒരു എസ് വരും. അതെന്ന് പറയുന്നത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് വിത്ത് ഇൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിമിറ്റ് കൊടുക്കാം. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? എന്തിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്? എസിനാണോ ലിമിറ്റ് കൊടുക്കേണ്ടത്? അല്ല, ടിക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. കാരണം എന്താ? നമ്മളിവിടെ ഡി ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിത് എന്ത് വരും? അതായത് -1/s എന്ന് പറയുന്നത് ഓക്കെ ഒരു മിനിറ്റ് -1/s എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആണ്. അത് പുറത്തേക്ക് എടുത്തു. ദെൻ ഇ പവർ മൈനസ് എസ് ടി ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ പവർ മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ പവർ ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഏതാ വരുന്നത്? 0 എന്ന് വരും അല്ലേ. അപ്പോൾ അതെന്ത് വരും? -1/s ഇൻറ്റു ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മൈനസ് ഇ പവർ 1 എന്ന് ഇ പവർ 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 വരും അല്ലേ. അപ്പം -1/s ഇൻറ്റു -1 വരും. സോ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1/s എന്ന് വന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? എൽ ഓഫ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/s എന്ന് കിട്ടി. ഇഫ് എസ് ഗ്രേറ്റർ ദാൻ 0. എന്തിനാണ് ഇവിടെ എസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്? അതായത് 0 വന്നു കഴിഞ്ഞാൽ 1/0 വന്നു കഴിഞ്ഞാൽ അതെവിടെ എന്തായിട്ട് മാറും? ഡിഫൈൻഡ് അല്ലാത്ത ഒരു കേസ് വരും. അതുകൊണ്ടാണ് നമുക്ക് 0 വരാൻ പാടില്ല. അപ്പോൾ അതെന്തായിട്ട് വരുള്ളൂ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തത്. ഓക്കെ, ഇനി ഇതേമാതിരി നമുക്ക് അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് എൽ ഓഫ് ടി is equal to 1/s² എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഓഫ് ടി is equal to ടി ആയിരിക്കും ഫോർ ആൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഡെഫിനിഷനിൽ എഫ് ഓഫ് ടിക്ക് പകരം ടി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇൻ്റഗ്രൽ എന്ത് വരും? എൽ ഓഫ് ടി is equal to എന്ത് വരും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നതാണ്. ഇനി നമ്മളിവിടെ എന്താ ചെയ്യാണ്? അതായത് ഇൻ്റഗ്രേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് എന്താ പറയുക? ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മളിവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ആണ് എടുക്കുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എസ് ടി. സോ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ -8 വിത്ത് ഇൻ ദ ലിമിറ്റ് നമ്മൾ ആ ലിമിറ്റ് കൂടി ഇവിടെ കൊടുക്കുകയാണ്. 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് വരും അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 വരും അല്ലേ. സോ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ പവർ മൈനസ് എസ് ടി ഡി ടി. ആ ഇൻ്റഗ്രൽ ഓഫ് ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ എന്ത് വരും?
അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് വരും. ഈ ഒരു മൈനസും ഈ ഒരു മൈനസ് കൂടി എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് പിന്നെ 1/s കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിനെ നമ്മൾ കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലാണ് ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അത് 1/s പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലസ് 1/s ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ്റെ കാര്യം ക്ലിയർ ആയി. ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് വരും, ഇൻഫിനിറ്റി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് നമുക്ക് എന്ത് വരും, ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇൻറ്റു 0 ഇൻറ്റു ബാക്കിയുള്ള ടേം, അപ്പോൾ ആ ഒരു ടേം 0 ആയിട്ട് മാറും. സോ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. നെക്സ്റ്റ് മൈനസ് 0 എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തേ വരുള്ളൂ, 0 വരും. സോ 0 പ്ലസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ എഴുതി വെച്ചിരുന്നത്, 1/s ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 1/s കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് വരും. സോ നമുക്ക് എന്ത് വരും, ഈ മൈനസ് ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണ്, എസ്സിലല്ല നമുക്ക് ടിക്കല്ല ലിമിറ്റ് കൊടുക്കുന്നത്. ഇപ്പം മൈനസ് 1/s² എന്ന് കിട്ടും അല്ലേ. അതായത് ഇവിടുന്ന് ഈ മൈനസ് എസ്സിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 1/s ഇൻറ്റു മൈനസ് 1/s എന്ന് വരും. സോ മൈനസ് 1/s² എന്ന് വരും. ദെൻ ഇ പവർ മൈനസ് എസ് ടി എന്ന് പറയുന്നത് ലിമിറ്റ്, ഇ പവർ മൈനസ് എസ് ടിക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കുക ഇവിടുന്ന് മുതൽ എവിടം വരെ, 0 to ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്ത് വരും, 0 വരും. ഇപ്പോൾ ഇൻറ്റു 0 മൈനസ് ഇ പവർ 0 എന്ന് പറയുന്നത് 1 വരും അല്ലേ. അപ്പോൾ എന്ത് വരും, മൈനസ് 1/s² ഇൻറ്റു മൈനസ് 1 എന്ന് വരും. മൈനസ് കൂടി പോസിറ്റീവായിട്ട് അതെന്ത് വരും, 1/s² എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടി നമുക്ക്, 1/s² എന്ന് കിട്ടി. വേർ എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. കാരണം എന്താണ്, നമ്മൾ എസ് 0 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കിട്ടിയ ഇതെന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് മാറും. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല, അതുകൊണ്ട് അത് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് മാറും. സോ ആ ഒരു കേസ് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ റിസൾട്ട് എന്തായിരുന്നു, എൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/s², എസ് ഗ്രേറ്റർ ദാൻ 0. നമ്മളത് പ്രൂവ് ചെയ്തു കാണിച്ചു. ഇനി നമ്മുടെ റിസൾട്ട് 4 ആണ്. റിസൾട്ട് 4 പറയുന്നത് എൽ ഓഫ് ടി പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ n plus 1 where s greater than 0 and n varies from 1 to etc up to 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടാണ് ശ്രദ്ധിക്കണം. എൽ ഓഫ് ടി പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ n plus 1. ഇപ്പോൾ നേരത്തെ നമ്മൾ ടി ആയിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്നിന് ടി പവർ എന്നിന് 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ടി വരുന്നത്. അപ്പോൾ നമ്മുടെ എൽ ഓഫ് ടി ഒന്ന് നോക്കിക്കേ, നമ്മൾ ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്നായിരിക്കും. അപ്പോൾ എൽ ഓഫ് ടി പവർ എൻ, ഇപ്പോൾ ഇവിടെ ടി പവർ 1 ആണ് അല്ലേ. അപ്പോൾ റിസൾട്ട് പ്രകാരം എന്താ വരിക, 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ 1 plus 1 വരും അല്ലേ. 1 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താ, 1 തന്നെ. 1 ഡിവൈഡഡ് ബൈ എസ് പവർ 1 plus 1 എന്ന് പറയുമ്പോൾ 2, 1/s² കിട്ടിയില്ലേ. അതേമാതിരി നമ്മൾ 2 ആവുമ്പോൾ, അതായത് എൽ ഓഫ് ടി സ്ക്വയർ ആകുമ്പോൾ നമ്മൾ എന്ത് പറയുക, എന്നിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൽ ഓഫ് 3² ആകുമ്പോൾ എന്നിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോന്നിനും കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ ഓഫ് ടി പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ n plus 1 where s greater than 0 when n goes to 1, 2, 3 etc എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ടി പവർ എൻ ആണ്. സോ നമ്മുടെ എന്താ പറയുക, ഡെഫിനേഷനിൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. ആ ഡെഫിനേഷനിൽ എഫ് ഓഫ് ടിക്ക് പകരം ടി പവർ എൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേഷൻ്റെ ആ പ്രൊഡക്റ്റ് റൂൾ തന്നെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ആ ഒരു ഫോമിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ടി പവർ എന്നും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എസ് ടി എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടീനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് വിത്ത് ഇൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. ദെൻ ബാക്കി എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡി ബൈ ഡി ടി ഓഫ് ടി പവർ എൻ അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ടി പവർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എൻ ഇൻറ്റു ടി പവർ n minus 1. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി
ഡി ടി. അപ്പോൾ ഇ റേസ് മൈനസ് എസ് ടി ഡി ടീനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ടേമിനെ വെച്ച് നോക്കാം. ആദ്യം നമ്മൾ ടി പവർ എൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻഫിനിറ്റി പവർ അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ ഇൻഫിനിറ്റി പവർ എൻ, അപ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 വരും. ദെൻ മൈനസ് 0 ടി പവർ ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ബാക്കി എന്ത് ടേം വന്നാലും 0. സോ നമ്മുടെ ആ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് വേണ്ടത് ഈ മൈനസും ഇവിടെ ഉള്ള ഈ മൈനസും ഈ മൈനസും കൂടിയും പ്ലസ് ആവും. സോ അതെന്തായാലും പ്ലസ് വരും. പിന്നെ നമ്മുടെ എൻ എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്നതൊന്നും നമ്മുടെ ഇൻ്റഗ്രൽ വരില്ല, അതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിലാണ് വരിക. സോ എന്നിനെയും എസ്സിനെയും നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് എൻ ബൈ എസ് എന്ന് പുറത്തേക്ക് വന്നു. ദെൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി പവർ എൻ മൈനസ് 1 ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി ഡി ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം നോക്കിക്കേ, ഇത്രയും ടേം നോക്കിക്കേ, എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലല്ലേ. ഇവിടുത്തെ എഫ് ഓഫ് ടി അതായത് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതായത് എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നാണെങ്കിൽ നമ്മൾ അതിനെ എൽ ഓഫ് എഫ് എന്നല്ല എഴുതാറ്. അപ്പോൾ അതേമാതിരി ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ടി പവർ എൻ മൈനസ് 1 എന്ന് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതായിരുന്നു? ടി പവർ എൻ മൈനസ് 1 എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എൽ ഓഫ് ടി പവർ എൻ മൈനസ് 1 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറി? എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. എൽ ഓഫ് ടി പവർ എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്തത് ഇനി എൽ ഓഫ് ടി പവർ എൻ മൈനസ് 1 ഇതേമാതിരി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ ഓഫ് എൻ ടി പവർ എൻ മൈനസ് 1 നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേമാതിരി ചെയ്യുമ്പോൾ നമുക്ക് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇനി ഈ കിട്ടിയ വാല്യൂസിനെ ഇവിടെ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എൻ ബൈ എസ് ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ഇത് എൽ ഓഫ് ടി പവർ എൻ മൈനസ് 2 എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു റിസൾട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഏത് റിസൾട്ട്? അതായത് എഫ് ഓഫ് ടിക്ക് പകരം ടി പവർ എൻ മൈനസ് 1 കൊടുത്തിട്ട് നമ്മൾ ആ ഡെഫിനിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൽ ഓഫ് ടി പവർ എൻ മൈനസ് 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് 3 എന്ന് പറയുന്നത്. ഇനി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വരിക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എൽ ഓഫ് ടി ക്യൂബ് വരെ കിട്ടും. എൽ ഓഫ് ടി ക്യൂബ് എന്ന് പറയുന്നത് 3 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ വരും. അതുമാതിരി തന്നെ എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് 2 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലിങ്ങനെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരെണ്ണത്തിന് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ ബൈ എസ് ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എക്സെട്ര അപ് ടു 3 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി എന്ന് വരെ കിട്ടും അല്ലേ. ഈ എൽ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുകളിൽ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്? 1 ബൈ എസ് സ്ക്വയർ എന്നായിരുന്നു കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എൽ ഓഫ് ടിക്ക് പകരം ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തിരിച്ചിട്ട് എൽ ഓഫ് ടിക്ക് പകരം 1 ബൈ എസ് സ്ക്വയർ, ഈ എൽ ഓഫ് ടിക്ക് പകരം 1 ബൈ എസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ എസ് എന്ന് പറയുന്നത് എത്ര ടൈംസ് ഉണ്ട്? ഇവിടെ നോക്കിക്കേ, 1 2 3 അങ്ങനെ ഓരോന്ന് ഇവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ മതി. 1 2 3 എക്സെട്ര അപ് ടു നമുക്ക് എത്ര ടേംസ് ഉണ്ടാവുമായിരിക്കും? എൻ മൈനസ് 1 ടേംസ് ഉണ്ടായിരിക്കും. പിന്നെ അപ്പോൾ നമുക്ക് എസ് പവർ എൻ, അപ്പോൾ ഇത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പവർ എൻ മൈനസ് 1 ഇൻറ്റു ഇവിടെയുള്ള എസ് സ്ക്വയർ കൂടി എസ് സ്ക്വയർ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എസ് പവർ എൻ മൈനസ് 1 പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എസ് പവർ എൻ പ്ലസ് 1 എന്ന് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള സംഭവം എസ് പവർ എൻ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ന്യൂമറേറ്ററിലുള്ളത് നോക്കാം. ഇവിടെ നിന്ന് നോക്കാം. 1 ഇൻറ്റു 2 അല്ല എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ
-2 ഇൻറ്റു എക്സെട്ര അപ് ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതെന്തിൻ്റെ ഡെഫിനിഷൻ ആയിരുന്നു? എൻ ഫാക്ടോറിയലിൻ്റെ ഡെഫിനിഷൻ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നായിരുന്നു എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എൻ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ എൻ പ്ലസ് 1 എന്നുകൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടി? എൽ ഓഫ് ടി പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എൽ ഓഫ് ടി പവർ 5 നിങ്ങളോട് എൽ ഓഫ് ടി പവർ 5 എന്ന് കാണാൻ പറഞ്ഞ് ഒരു 1 വെയ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്കിത് എന്ത് എഴുതാൻ പറ്റും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ 5 പ്ലസ് 1 എന്ന് വരും അല്ലേ? അപ്പോൾ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ 6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതേമാതിരി ഓരോ വാല്യൂസിനും നമുക്കത് അങ്ങനെ എന്നിൻ്റെ ഓരോ വാല്യൂസിനും എന്നിന് 1, 2, 3 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു റിമാർക്ക് പറയുന്നുണ്ട്. ഇഫ് എ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ, എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ എൽ ഓഫ് ടി പവർ എ എന്ന് പറയുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. എ എന്ന് പറയുന്നത് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നേരത്തെ എൽ ഓഫ് ടി പവർ എന്നും ഇവിടെ എൽ ഓഫ് ടി പവർ എ ആണ് അല്ലേ? എന്താ ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത്? അവിടെ എന്നിന് എന്ന് പറയുന്ന ഏത് വാല്യൂസ് മാത്രമേ വരാൻ പാടുണ്ടായിരുന്നുള്ളൂ? 1, 2, 3 ഇങ്ങനെയുള്ള വാല്യൂസേ വരാൻ പാടുണ്ടായിരുന്നുള്ളൂ. എന്താ ഈ 1, 2, 3 വാല്യൂസ് വരിക പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ് അവിടെ എന്ത് വരാൻ പറ്റുള്ളൂ? എന്നിന് വരാൻ പറ്റുള്ളൂ. ഇവിടെ എൽ ഓഫ് ടി പവർ എ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? എ എന്ന് പറയുന്നത് ഏത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വേണമെങ്കിലും വരാം. ഏത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്ക് പകരം 0.1 എന്നോ അല്ലെങ്കിൽ 0.2 എന്നോ അല്ലെങ്കിൽ 0.5 എന്നോ അല്ലെങ്കിൽ 6/8 എന്നോ അങ്ങനെ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് വരാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് അപ്ലൈ ചെയ്യുന്നല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്? എൽ ഓഫ് ടി പവർ എ ആണ്. ബൈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി പവർ എ ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് എസ് ടി ഈസ് ഈക്വൽ ടു എസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എസ് ഇൻറ്റു ഡി ടി is equal to നമുക്ക് എന്ത് വയ്ക്കും? ഡി എക്സ് എന്ന് വരും. സോ നമുക്ക് ഡി ടിക്ക് പകരം ഇതിൽ നിന്ന് ഡി ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതായത് 1/s ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം. ഇനി ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടി is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടി is equal to x/s എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ ഡി ടിക്ക് പകരം എന്ത് ഏതാണ്? 1/s ഇൻറ്റു ഡി എസ് എന്ന് ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുമാതിരി തന്നെ ഈ ടിക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ? x/s എന്ന് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരിക? ആ ഇൻ്റഗ്രേഷൻ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അതായത് ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ x/s ഓൾ പവർ എ ഇൻറ്റു ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു 1/s ഡി എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് പവർ എ ഡിവൈഡഡ് ബൈ എസ് പവർ എ ഇൻറ്റു ഈ 1/sനെ ഞാൻ ഇവിടേക്ക് എടുത്ത് ഇൻറ്റു ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന ഫോമുല എഴുതാം. ഇനി ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ ഒരു എസ് പവർ എയും ഒരു എസ്സും ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം? എസ് പവർ എ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് അതിന് എന്തൊക്കെ എഴുതാൻ പറ്റും? എസ് പവർ എ പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ആ എസ് പവർ എ പ്ലസ് നമ്മൾ എന്തിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. സോ എസ് പവർ എ പ്ലസ് 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/s ഓൾ പവർ എ പ്ലസ് 1 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഇനി ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? എക്സ് പവർ എ ഇൻറ്റു ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, ഇത് നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് പവർ എ ഇൻറ്റു ഇ പവർ മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡെഫിനേഷനാണ്? ഗാമ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ്. ഗാമ ഫംഗ്ഷൻ ഓഫ് ഏതിൻ്റെ ആയിരിക്കണം? എ പ്ലസ് 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്യാം? ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും? ഗാമ ഓഫ് എ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഗാമ ഓഫ് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പവർ എ പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? എൽ ഓഫ്
ടി പവർ എ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടി എൽ ഓഫ് ടി പവർ എ ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് റിസൾട്ട് കൂടി ശ്രദ്ധിക്കണം. ഇവിടെ എൽ ഓഫ് ടി പവർ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയാണ്. എൽ ഓഫ് ടി പവർ എന്നും അപ്പുറത്തുള്ള എൽ ഓഫ് ടി എയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഇവിടെ ടി പവർ എൻ എടുക്കുമ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഓഫ് ടി പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പവർ എൻ പ്ലസ് 1 വെർ എസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 1 2 3 എക്സെട്ര എന്ന് പറയുന്നത് എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു. ഇനി ഇതേ മാറ്റിയിട്ടാണ് എൽ ഓഫ് ടി പവർ എ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൽ ഓഫ് ടി പവർ എ എന്ന് പറയുമ്പോൾ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പോൾ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാഷണൽ ആവാം, ഇറാഷണൽ ആവാം, ഇൻറ്റീജർ ആവാം, നമുക്ക് ഏതാവാം, നാച്ചുറൽ നമ്പേഴ്സൊക്കെ വരാം. അപ്പോഴാണ് എൽ ഓഫ് ടി പവർ എ ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ അതുമാതിരി തന്നെ എസ് പവർ എ പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചോളണമെന്നില്ല. എൽ ഓഫ് ടി പവർ എൻ തന്നെ തരാം, വേർ എൻ ഈസ് എനി പോസിറ്റീവ് ഇൻറ്റീജർ എന്നുള്ള ഫോമിൽ തന്നെ തന്നു വിചാരിച്ചു. സോറി, വേർ എൻ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ എന്നാണ് തന്നിരുന്നെങ്കിൽ നമ്മൾ ഈ എൽ ഓഫ് ടി പവർ എന്നിന് പകരം ഇവിടെ എന്താ എഴുതണ്ടേ? ഗാമ ഓഫ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പവർ എൻ പ്ലസ് 1 എന്ന് എഴുതണം. ഓക്കെ, മറ്റേത് അപ്പോൾ എന്ന് പറയുന്നത് അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്നോ അല്ലെങ്കിൽ എൻ ഗോസ് ടു 1 to എക്സെട്ര 2 എന്ന് തരുന്ന സമയത്ത് നിങ്ങൾ എന്താ എഴുതേണ്ടത്? അതായത് തൊട്ട് മുകളിൽ പഠിച്ച റിസൾട്ട് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അതായത് എസ് റേസ് ടു എൻ പ്ലസ് 1 എന്ന് എഴുതണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സെയിം ആയിട്ടും ചോദിക്കാം കേട്ടോ. അതായത് നിങ്ങളോട് ഇങ്ങനെയാവും ചോദിക്കുക, എൽ ഓഫ് ടി പവർ എൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറയാം, വെർ എൻ ഈസ് എ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ എൻ ഗോസ് ടു 1 to എക്സെട്ര 2 എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അല്ല, എൽ ഓഫ് ടി പവർ എൻ വെർ എൻ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് എഴുതേണ്ടത്? അതായത് ഈ ഇക്വേഷൻ ഗാമ ഓഫ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പവർ എൻ പ്ലസ് 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്ക് പകരം കെ എന്നാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ കെ വെച്ച് നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വലിയ വേറുള്ള കാര്യങ്ങളിലൊന്നും വരില്ല. എക്ക് പകരം കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എസ് നോക്കില്ല, എക്ക് പകരം എമ്മോ എന്നോ എല്ലോ ഇങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതേമാതിരി നമുക്ക് എഴുതാൻ അറിയണം. ഓക്കെ.